നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണ്. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ലോയോ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസോ ഒന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. 2023 ലാസ്റ്റ് ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. 2024 വരുമ്പോൾ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എൻ്റെ വകയായിട്ട് ഒരു കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാം എങ്ങനെയാണ് ഈ സ്ട്രെങ്ത് ഉണ്ടാക്കിയത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. ഞാൻ 100% ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ആരെങ്കിലും തരികയോ അല്ലെങ്കിൽ നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനം നമ്മൾ ആർജിച്ചെടുക്കണതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ആർജിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങൾ നമുക്ക് തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. എൻ്റെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എൻ്റെ ഒരു കാര്യങ്ങളും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായി തീർന്ന സമയത്താണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആവേണ്ടി വന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും ആരെങ്കിലും കൂട്ടിയിട്ട് പോകും അല്ലെങ്കിൽ അവിടെ പോയാലും അവരെ കൊണ്ടുപോയി ഇവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ കൺസേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആയിട്ടാണ് പാരൻസ് അങ്ങനെ പറയുന്നത്. പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പം സാധനങ്ങൾ മേടിക്കാനാണ് എങ്കിലും കുറച്ച് ചെറിയ ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഷോപ്പിലേക്ക് പോവുക. ചെറിയ നമ്മൾ വീടിനടുത്തുള്ള കടകളിലാണെങ്കിൽ അവിടെ പോയി ഒറ്റയ്ക്ക് സാധനം വാങ്ങാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു ഷോപ്പിംഗ്, സ്വന്തമായിട്ട് തുണി എടുക്കുക, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് മറ്റുള്ളവരുടെ കുറേ ഓപ്ഷൻസ് ചോദിക്കാതെ അവനവൻ്റെ ഇഷ്ടങ്ങൾ, അവനവൻ്റെ കളറ് എന്താണ്, അവനവന് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് എന്താണ്, അത് ബാക്കിയുള്ളവരുടെ അഭിപ്രായം നോക്കി നിൽക്കേണ്ട. നമ്മളെല്ലാവരും കുറേ പേരെ കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യാതെ എൻ്റെ ഇഷ്ടം എന്താണ്, എനിക്കിഷ്ടപ്പെട്ട കളർ എന്താണ്, ഞാൻ അത് ഇടുമ്പോൾ കംഫർട്ടാണോ, അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തരാനും അത് ശ്രമിക്കും. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ പോവുക അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുക. അത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതും നമ്മൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് എൻജോയ് ചെയ്യാനേ ശ്രമിക്കും. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്യും. നമ്മളെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറയാൻ പറ്റും നമ്മുടെ ഇഷ്ടപ്പെട്ട മെനു ഇതിലേതാണ് എനിക്കിഷ്ടം. ആരോ ഒരു പ്രാവശ്യം പറഞ്ഞ ഇതും കൂടെ ഇതിൻ്റെ ഇടയിൽ പറയും. ഒരു ക്ലയൻറ്റ് പറഞ്ഞതാണ്, അതായത് പുള്ളിക്കാരത്തിൻ്റെ ആദ്യത്തെ മാരേജ് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് സെക്കൻഡ് മാരേജിലേക്ക് പോയപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ഒന്ന് ചോക്ലേറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നിൻ്റെ ഫ്ലേവർ എന്താണ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താണ്? അപ്പോൾ അവളിങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഉണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താ? അപ്പോഴും പോലും അവൾ തിരിച്ചറിയുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചോക്ലേറ്റ് ആണോ, സ്ട്രോബെറി ആണോ, വാനില ആണോ, ഏത് ഐസ്ക്രീമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അന്നാണ് അവൾ ചിന്തിച്ചത്, അങ്ങനെ എനിക്ക് ഇഷ്ടങ്ങളുണ്ടല്ലേ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഫി എന്താണ്, ക്യാപ്പുച്ചിനോ ആണോ, അല്ലെങ്കിൽ അതാണോ, ബ്രൂ ആണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോഫി എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എന്താണ്, ഇതൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് നിങ്ങളത് ട്രൈ ചെയ്യുക. റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്ക് പോവുക. പിന്നെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് യാത്രകൾ. എൻ്റെ യാത്രകളെല്ലാം എപ്പോഴും ഒറ്റയ്ക്കാണ്. മിക്കപ്പോഴും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയുടെ ആവശ്യത്തിൽ, കേസിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലയും ട്രാവൽ ചെയ്യും. ഔട്ട് ഓഫ് സ്റ്റേറ്റും ട്രാവൽ ചെയ്യും. എല്ലാ ട്രാവലിങ്ങും മിക്കപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. കിട്ടുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപാരമാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ കുറേയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് എങ്കിൽ, ഇതൊരു ടിപ്പായിട്ടും എൻ്റെ അഡ്വൈസായിട്ട് സ്വീകരിക്കുക. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അഡ്വൈസ് കൊടുക്കുന്നതോ അഡ്വൈസ് എടുക്കുന്നതോ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളിലേക്ക് നിങ്ങൾക്ക് വരും. നന്ദി, നമസ്കാരം.